ഇവിടെ ഇപ്പം നല്ല സമ്മറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കടയിൽ മാങ്ങാപ്പഴമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനടുത്ത് ഇന്നൊരു മാംഗോ സാഗോ ഉണ്ടാക്കിയാലോ എന്ന്. 2 തരത്തിലുള്ള മാമ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒന്ന് കുറച്ച് പുളിയുള്ളതാണ്, മറ്റേതിന് കുറച്ചുകൂടെ മധുരമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ മാമ്പഴത്തിൻ്റെ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. എങ്കിലും ഉള്ളത് കൊണ്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ മാമ്പഴമൊക്കെ ചെത്തിയിട്ടുണ്ട്. മാങ്ങാണ്ട് വെറുതെ കളയാൻ പറ്റുമോ അല്ലേ? അത് നമ്മൾക്കൊന്ന് കടിക്കാതെ കളയാൻ പറ്റുമോ? അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വേണ്ടത് കുറച്ച് പാലും ഐസ്ക്രീമുമാണ്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന മാമ്പഴം ഉണ്ടല്ലോ, അതെല്ലാം നന്നായിട്ട് മുഴുവൻ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അപ്പം പാല് നമ്മുടെ ആവശ്യത്തിന് ഒഴിക്കാം. കാരണം ഇത് കുറച്ച് മാമ്പഴം കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ പാലൊഴിക്കാം. കാരണം അതൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കണം. ആ ഒരു ടൈപ്പിലാണ് നമ്മളിത് ഒഴിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഒരു 2 കപ്പിനകത്തോട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇത് ചവ്വരി ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിരുന്ന ചവ്വരി കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുറേ പ്രാവശ്യം കഴുകിയെടുക്കണം. അപ്പോൾ അതിന് ആ സ്റ്റിക്കി ആയിട്ടുള്ള അതൊക്കെ അങ്ങ് മാറിക്കോളും. എന്നിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന മാംഗോയുടെ ജ്യൂസില്ലേ, അതിനകത്തോട്ട് ഒന്ന് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അവസാനം കുറച്ച് ഐസ്ക്രീം, ഇത് വനില ഐസ്ക്രീമാണ്, അതാണ് കൂടുതൽ നല്ലത് കേട്ടോ. വനില ഐസ്ക്രീം അതിന് മുകളിലോട്ടിട്ട് പിന്നെ കുറച്ച് പിസ്റ്റാച്ചിയോയോ അല്ലെങ്കിൽ ആൽമണ്ടോ അതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ചൂടായതുകൊണ്ട് നമുക്ക് പുറത്ത് പോയിരുന്ന് ഇതൊന്ന് കുടിച്ച് നോക്കാം. നല്ല അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പം നല്ല രസമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ.